ജൂൺ 17-ാം തീയതി കുവൈറ്റിലെ പൊതുമാപ്പ് അവസാനിക്കുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കുക. തന്റെ പേരിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ എന്തെങ്കിലും പേപ്പർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒരു കമന്റ്സ് വന്നത്, നാട്ടിൽ നിന്ന് ഒരു ചേച്ചി തന്റെ ഹസ്ബൻഡിന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പം എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജ് ഇങ്ങനെയാണ്: നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ചെന്ന് കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ തന്റെ പേർക്കൊരു കേസ് കിടക്കുന്നത് കണ്ടു. പിന്നെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, പ്രത്യേകിച്ച് ഖാദിം വിസയിലൊക്കെ ഇവിടെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ കാശ് കൊടുക്കുന്ന വിസ, പെയ്ഡ് വിസയിലൊക്കെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു നിയമപരം എന്ന് പറയുന്നത് കുറ്റകരം തന്നെയാണ്. അപ്പം അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, എല്ലാവർക്കും ആത്മവിശ്വാസമാണ്. പലരും വിശ്വസിച്ചുകൊണ്ട് കാശ് കൊടുത്ത് വിസ എടുത്ത് ഇവിടെ ജോലിക്ക് വന്നിട്ട് വീട്ടിൽ ജോലി ചെയ്യാണ്ട് സ്വദേശികളുടെ വീട്ടിലേക്ക് എന്നും പറഞ്ഞ് വന്നിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, പലരും കാശൊക്കെ വാങ്ങിയിട്ട് ഏജന്റ് മുഖേന ഏജൻസിയൊക്കെ നല്ലൊരു തുക വാങ്ങിയിട്ടായിരിക്കും വിസ തരുന്നത്. ആ വിസയ്ക്ക് നിങ്ങളിവിടെ വരും, എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ചെയ്ത് തരും, ജോലിക്ക് നമ്മൾ സുഖമായിട്ട് പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഈ വിസ തീരുന്ന കാലാവധിയൊക്കെ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ സ്പോൺസർ തന്നെ കേസ് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റുന്നുണ്ട്. ഞാൻ ഇതിനൊരു 1-2 മാസം മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഞാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഒരു കസിൻ സിസ്റ്ററിന് വന്നപ്പോൾ ഞാനിത് ഷെയർ ചെയ്തിരുന്നു. നമ്മൾ ചെന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ, ഒരു എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറൊരു കാര്യത്തിന് ചെല്ലുമ്പോഴോ ആയിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ നമ്മൾ വിസ എങ്ങനെയെങ്കിലും സാലറി എംബസി മുഖേനൊക്കെ ഒരുപാട് നൂനാമാലകൾ പിടിച്ചിട്ടായിരിക്കും നമുക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരിക. പിന്നെ തിരിച്ച് വരാൻ പറ്റില്ല, പിൻകറൊക്കെ ചെയ്തായിരിക്കും വിടുക, തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ ഒരു പൊതുമാപ്പ് നിങ്ങൾ നന്നായി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ജോലി ചെയ്യുന്നത് പുറത്തുപോയി വീട്ടു വിസയ്ക്കൊക്കെ വന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്നത് വളരെ കുറ്റകരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തൻ്റെ പേരിൽ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പോയി അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കുക. അല്ലെങ്കിൽ 17-ാം തീയതിക്ക് ശേഷം, ജൂൺ 17, 2024 ജൂൺ 17-ാം തീയതിക്ക് ശേഷം നിയമങ്ങൾ കർശനമാക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ന്യൂനമാലകളായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി ഒന്ന് അന്വേഷിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ.